നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ ജീവിച്ച ശക്തനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നല്ലോ അദ്ദേഹം. വളരെ താഴെത്തട്ടിൽ നിന്നും പ്രവർത്തനം തുടങ്ങി പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിലെത്തി. അതുപോലെ തന്നെ മുഖ്യമന്ത്രി എന്നുള്ള പദവി വരെ അദ്ദേഹം ഉയർന്നു. കൈകാര്യം ചെയ്ത മേഖലകളിലൊക്കെ തൻ്റെ ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനത്തെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നേരത്തെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലക്കും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. ആ സന്ദർഭങ്ങളിലൊക്കെ തന്നെ സാധാരണക്കാരോട് വളരെ ചേർന്ന് നിന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളായിരുന്നു അദ്ദേഹത്തിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. രാഷ്ട്രീയമായി നമുക്ക് എതിർപ്പുണ്ടായിരിക്കാം, പക്ഷേ അതേ അവസരത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലക്ക് അദ്ദേഹം ഏറെ ആദരങ്ങൾ നേടിയെടുത്ത ഒരു വ്യക്തിത്വമായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് പരിചിതമല്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തെ നമുക്ക് വിലയിരുത്തുവാൻ സാധിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ വിയോഗം കേരള രാഷ്ട്രീയത്തിന് വലിയ നഷ്ടമാണ്. അവരുടെ പാർട്ടിക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കുമൊക്കെ ഉണ്ടായ ആ വേദനയിൽ ഞങ്ങളും പങ്കുചേരുന്നു, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പാണക്കാട് കുടുംബവുമായിട്ടുള്ള പാണക്കാട് തങ്ങൾ ഇവിടെ വാങ്ങിയപ്പോൾ അദ്ദേഹം ഇവിടെ വന്നിരുന്നു. രാഷ്ട്രീയമായി എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ട് എങ്കിലും അത്തരം കാര്യങ്ങൾ, വ്യക്തിബന്ധം, അതുപോലെയുള്ള സൗഹൃദം, അതൊക്കെ അദ്ദേഹം കാത്തു സൂക്ഷിച്ചു വന്നു. അതുപോലെ തന്നെ രാഷ്ട്രീയമായ എതിർപ്പിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാതെ പോരാടിയ ഒരാളാണ്. അതാണ് അദ്ദേഹം തങ്ങൾ ഇവിടെ വാങ്ങിയപ്പോൾ അവിടെ എത്തി ആദരാഞ്ജലി അർപ്പിക്കാൻ സമയം കണ്ടു, പാണക്കാട്ട് വന്നു. അതേപോലെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ തങ്ങൾ പറഞ്ഞതുപോലെ തൻ്റേതായ രീതിയിൽ അദ്ദേഹത്തിൻ്റേതായ ഒരു ശൈലി ഉണ്ടായിരുന്നു. പ്രസംഗത്തിൽ, പ്രവർത്തനത്തിൽ, അതുപോലെ തന്നെ ശത്രുക്കളെ, രാഷ്ട്രീയ എതിരാളികളെ നേരിടുന്ന കാര്യത്തിൽ ഒക്കെ അദ്ദേഹത്തിൻ്റേതായ ഒരു ശൈലി ഉണ്ടായിരുന്നു. നിയമസഭയിലായാലും പുറത്തായാലും അതുപോലെ തന്നെ മറ്റു രംഗങ്ങളായാലും ഒക്കെ അത് അദ്ദേഹത്തിന് സ്വന്തമായിരുന്നു. ആ ശൈലി അദ്ദേഹത്തിൻ്റെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഹരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ അനുയായികളുടെ അദ്ദേഹത്തോടുള്ളൊരു വീരാരാധന അതൊക്കെ വളരെ വലുതായിരുന്നു. ഏറ്റവും വ്യത്യസ്തനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ്. ഈ പ്രാഥമിക കാലത്ത്, അതായത് ആദ്യകാലത്ത് ഒരു തൊഴിലാളിയായി വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ആ കമ്മ്യൂണിസ്റ്റ് ആശയാദർശങ്ങൾ അതേപടി മുഖ്യമന്ത്രിയായിട്ട് വരെ ഒരേപോലെ കാത്തു സൂക്ഷിച്ചു പോകുന്ന, വളരെ ആ കാര്യത്തിൽ ആദർശനിഷ്ഠ പുലർത്തിയ ഒരാൾ എന്നുള്ള നിലക്കാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇവിടെ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയമായി നമുക്കൊരു കാലത്തും യോജിപ്പില്ലാത്ത ഒരു ഫൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഞങ്ങൾ നടത്തിയതാണ്. പക്ഷേ ആ സൗഹൃദമൊക്കെ, പൊളിറ്റിക്കൽ ലീഡേഴ്സ് തമ്മിലുള്ള സൗഹൃദമൊക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോഴും പ്രതിപക്ഷ നേതാവായപ്പോഴും ഒക്കെ തൊഴിലാളികൾക്ക് വേണ്ടിയും സാധാരണക്കാർക്ക് വേണ്ടിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആ നിലയിലൊക്കെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുപ്പവും വ്യക്തിബന്ധവുമാണ് എൻ്റെ മഹത്വം എന്ന് പറയുന്നത്. കാരണം എന്താ അതിനെ പറയുക, വസന്തം പോലെ വന്ന് നിലാവ് പോലെ മാഞ്ഞു പോവുക. അദ്ദേഹത്തിൻ്റെ കൈമുതലെന്ന് പറയുന്നത് ധാർമ്മികത, സത്യസന്ധത, നിശ്ചയദാർഢ്യം, പ്രതിസന്ധികളോട് അതിജീവിക്കുവാനുള്ള അപാരമായ കഴിവ്, സ്നേഹമസൃണമായ സഹപ്രവർത്തകനോടുള്ള ബന്ധങ്ങൾ. ഇങ്ങനെ വി എസുമായി അടുത്തു എന്നൊക്കെ പറയുന്നതിനേക്കാൾ ഉപരിയായി അകലെ നിന്നും അടുത്തു നിന്നും വി എസിനെ ഇപ്പോഴും ആരാധിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ 10,000-കണക്കിന് ആളുകളിൽ ഒരാളാണ് ഞാൻ. വലിയ മനുഷ്യൻ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് EMS-ഉം നായനാരും കഴിഞ്ഞാൽ ഇത്രയേറെ ജനങ്ങളെ ആകർഷിച്ച വേറൊരു നേതാവ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടില്ല എന്നാണ് അർത്ഥം.
സാധാരണ നമ്മൾ പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കും, സഖാക്കൾക്ക് നേതാക്കന്മാർക്കൊക്കെ മുദ്രാവാക്യം വിളിക്കും. പക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു മുദ്രാവാക്യം ലോകപ്രസിദ്ധമാണ്, കണ്ണേ കരളേ VS. അത്തരമൊരു മുദ്രാവാക്യം ഒരു കമ്മ്യൂണിസ്റ്റ് മുദ്രാവാക്യങ്ങളിലെ ലിപികളിൽ പോലും ഇല്ലാത്തതാണ്.